നമസ്കാരം, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. നമുക്ക് രാവിലെ തന്നെ ഒരു പണിയുണ്ട്. അതായത് നമ്മുടെ കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിഷ്ണു. അവൻ പറഞ്ഞത് ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞതാണ് അവനെ എയർപോർട്ടിലോട്ട് ഒന്നാക്കണേന്ന്. സോ നമുക്ക് അവനെ വിളിച്ചുകൊണ്ട് എയർപോർട്ടിലോട്ടാക്കാം. നമുക്ക് എന്തായാലും ഹോം ടൂറും കാര്യങ്ങളൊക്കെ ചെയ്യാം. ക്ലൈമറ്റൊക്കെ ഉണ്ടോ നോക്കട്ടെ. അടിപൊളി ക്ലൈമറ്റ് ആണല്ലോ. കോള് വരുന്നേ, ഒരു സെക്കൻഡ്. ഹലോ, പറളിയാ. ഇല്ല, ഓർമ്മയുണ്ട്. എന്തോടാ, നീ എവിടെ നിൽക്കുന്ന? എവിടെ? കോറമംഗലേ? ഓക്കെ. എവിടെ ആക്കണ്ട? കെമ്പവളയിലല്ലേ? ഓക്കെ, കെമ്പവള എയർപോർട്ടിലല്ലേ? ആക്കാം. ഞാൻ എന്താ. സോ നമുക്ക് അവിടെ പോയി വിളിക്കാം. നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം. രാവിലെ തന്നെ ഒരു ബെഡ് കോഫി മാത്രമേ കുടിച്ചിട്ടുള്ളൂ. കിടക്കുന്ന കണ്ടില്ലേ നമ്മുടെ വണ്ടി. പക്ഷേ അവന് എയർപോർട്ടിലോട്ട് പോകാനല്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ റൂസ് എടുത്തിട്ട് പോവാം. രാവിലെ റേഡിയേറ്ററിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട്. എന്താ ഇൻറ്റീരിയറൊക്കെ കണ്ടില്ലേ? വണ്ടി എണ്ണ കുറവാണ്, പോകുന്ന വഴിക്കടിക്കാം. ഓക്കെ, പോലീസ് വരുന്നുണ്ടല്ലോ, എന്തെങ്കിലും വിഷയമുണ്ടോ? എന്തായാലും പോയി നോക്കാം. ടാക്സി കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും റൈറ്റാ പോകണ്ട. അങ്ങേരെന്തി പോയി. അവിടെ എണ്ണ ഒരുപാട് കുറവാണല്ലോ. അവനെ പോയി വിളിച്ചിട്ടാണെങ്കിൽ അവനെ കൊണ്ട് അടുപ്പിക്കായിരുന്നു. നോക്കട്ടെ. അപ്പോൾ വിളിച്ചത് വിഷ്ണു ആണ്, നമ്മുടെ കൂട്ടുകാരൻ. അവനുമായിട്ട് എന്താ പറയുക, കുഞ്ഞിലേ തൊട്ടുള്ള പരിചയമാണ്. നല്ലവനാണ്. അപ്പോൾ അവനെ എയർപോർട്ടിലോട്ട് ഒന്നാക്കാവോ എന്ന് ചോദിച്ചാൽ വിളിച്ചു. നമുക്ക് എന്തായാലും എണ്ണ അടിച്ചിട്ട് റിസ്ക് എടുക്കണ്ട. കാരണം വഴിയിൽ കിടന്നു കഴിഞ്ഞാൽ തള്ളാൻ പാടാൻ. തെളിയോ എനിക്ക് വയ്യ തള്ളാൻ. അപ്പോൾ ഇവിടെ എത്രയോ എന്തോ. 112 രൂപയോ? ഇന്നലെ 111 ഉള്ളായിരുന്നു. 1 രൂപ കൂടി. എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്ന? എങ്ങോട്ട് പോകണോ എന്തോ ഈ പൈസയൊക്കെ. അടി ഫുള്ളടി. 12,300 രൂപയോ? അടി. ഓക്കെ, അപ്പോൾ എണ്ണ അടിച്ചു കഴിഞ്ഞ് അവനെ വിളിക്കാണ്ട് പോകാം. രാവിലെ തന്നെ ആ തണുപ്പത്ത് നമുക്ക് പുറത്തോട്ടൊക്കെ പോകുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് പ്രത്യേക ഒരു വൈബല്ലേ. നമുക്ക് പിന്നെ വേറെയും കുറേ പരിപാടിയുണ്ട്. സോ അവനെ വിളിച്ച് എയർപോർട്ടിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. അവനിവിടെ എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എവിടെയാണ് അവൻ താമസിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവൻ്റെ വീടല്ലേ. എടാ, വീട്ടിൽ ഫ്രണ്ടിൽ മൊത്തം ആൾക്കാരുള്ളത്. എന്തോ സീനുണ്ടെന്ന് തോന്നുന്നേ. കണ്ടിട്ട് എന്തോ വശപ്പശകുണ്ടല്ലോ. അളിയ രാവിലെ തന്നെ വള്ളി പിടിച്ചാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ വിഷ്ണു എന്നുള്ളവന്മാർ മൊത്തവും ഉടായിപ്പാണ്. എന്തോ വള്ളിയുണ്ട്. നോക്കട്ടെ, എന്തായാലും നമുക്ക് വണ്ടി ഓഫ് ചെയ്തിട്ട് പോയി നോക്കാം. ട്രങ്ക് പറഞ്ഞതാ. അവന് എയർപോർട്ടിലേക്ക് പോകാനുള്ള സാധനങ്ങളെന്തെങ്കിലും വെക്കണമെങ്കിൽ. എന്തോ ഈ വിഷയം എന്തുവാ വിഷ്ണു? അണ്ണനെല്ലാം പറ, എന്തു പറ്റി? അണ്ണൻ പിണങ്ങിപ്പോയി. എടാ, എന്തുവാടാ കാണിച്ചത്? അങ്ങേര് പിണങ്ങിപ്പോകാൻ മാത്രം എന്തുവാ കാണിച്ചത്? എന്തെണ്ണ? ഇല്ലെണ്ണ, അവൻ പറയുന്ന കണക്കൊന്നും അല്ല. അവൻ പാവപ്പെട്ടവനാണ്. നല്ല സ്നേഹമുള്ളവനാണ്. വിചാരിക്കുന്ന കണക്കൊന്നും അല്ല. ഇപ്പോൾ കണ്ണി കുത്തിയാണല്ലോടാ. തന്നെ എടാ, എന്ത് പരിപാടിയാണ് നീ കാണിച്ചത്?
നീ അങ്ങനെ ഒന്ന് പൈസ മേടിച്ചായിരുന്നു ആ പിണങ്ങിപ്പോയ പയ്യൻ്റെ? അയ്യോ പാവം തോ പോലെ പിണങ്ങിപ്പോയതാ. നീ എന്തിനാ പൈസ മേടിച്ചേ? എത്ര? 10,000? എടാ നീ 10,000 രൂപ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തെന്തോ ആണോ? അയ്യോ പാവോടെ അങ്ങേര്. അയ്യോ അയ്യോ. എടാ പാവപ്പെട്ട അണ്ടി ഓഫീസിൽ അണ്ടി വറക്കാൻ വെച്ചിരുന്ന പൈസയായിരുന്നു. നീ അതെടുത്ത് എന്തോ ചെയ്തു? എന്തോ പെട്ടിക്കട ഇട്ടോ? എവിടെ? കോർമംഗല സൈഡില. എവിടെ? IT കമ്പനി ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അതെവിടാ? അത് പിന്നെ സംസാരിക്കാം. പിന്നെ പറഞ്ഞ അണ്ണ അവൻ തരുമെന്ന് പറഞ്ഞാൽ തരും. അവൻ കൊണ്ടുപോയി തിന്നത്തൊന്നുമില്ല. ഇത് അവൻ്റെ വണ്ടിയില്ലേ കിടക്കുന്ന. മാറി മാറി മാറി. ഇത് ഈ പരുവാക്കിയടാ അവന്മാർ. എടാ പൈസ വേണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിലേ നീ ഇയാൾക്ക് വേണം വണ്ടി എടുത്തുകൊണ്ട് പോയിക്കൂടാ. അല്ല വണ്ടി ഇങ്ങനെ അടിച്ച് നശിപ്പിക്കേണ്ട ആവശ്യം എന്തുവാ? ആഹാ ഇയാൾക്ക് അറിയാമെന്നോ? എന്നാൽ ഇയാൾ പോവും. പിന്നെ കൂടുതൽ സംസാരിക്കാൻ വരരുത്. കൊല്ലംകാരൻ സ്വഭാവം അറിയത്തില്ല. നീ അവനെ തൊട്ട് നോക്കുക അപ്പോൾ അറിയാം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇയാൾ പോവും. പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് പോയ കണ്ടില്ല അണ്ണാ. ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? കുറച്ചൊക്കെ മാന്യമായിട്ട് സംസാരിക്കാമെന്ന് പറ. അണ്ണ എനിക്ക് മനസ്സിലായി അണ്ണ. ഞാൻ വണ്ടി ഇറക്കാൻ വെച്ചിരുന്ന അല്ല സോറി മറ്റേ ഇത് വണ്ടി ഓഫീസിൽ വണ്ടി ഇറങ്ങാൻ വെച്ചിരുന്ന പൈസ എനിക്കറിയാം. അണ്ടിപ്പരിപ്പിനൊക്കെ ഇപ്പം എന്താ വില? എടാ എന്ത് പണിയുടെ കാണിച്ചത്? നീ എന്തിനാണ് അങ്ങനെ 10,000 രൂപ മേടിച്ചത്? ശരി 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 ഞാൻ സംസാരിച്ച് തീർക്കാം. ഓക്കെ ഓക്കെ. ഓ ശരി ശരി. അവൻ 2 ദിവസത്തിനകത്ത് തരും. ഓക്കെ ഓക്കെ അണ്ണാ. ഓക്കെ ഓക്കെ ഓക്കെ. പോയി കയറി പോ. അത് സാധനമൊന്നും ഇല്ലേ കയ്യിൽ? ഓക്കെ പിന്നെ നടച്ചേക്കാം. പോയി കയറി പോ. രാവിലെ തന്നെ കുറേ സമയം പോയി കിട്ടി. ചെറുക്കൻ്റെ കാര്യം ഓരോ വള്ളിയും പിടിച്ച് വെച്ചിട്ട് നീ എന്തു പറഞ്ഞാൽ എന്നെ വിളിച്ചത്? രാവിലെ എയർപോർട്ടിൽ പോകണമെന്നും പറഞ്ഞോണ്ടല്ലേ? എടാ എന്തെങ്കിലും വള്ളി ഉണ്ടാകും നിനക്ക് രാവിലെ പറയൂടെ? വള്ളി എന്നാ മുങ്ങുമെന്ന്? എടേ ഞാൻ അങ്ങനെ മുങ്ങിയിട്ടുണ്ടോടെ? നീ എന്തു ഈ പറയുന്നത്? ഓക്കെ എന്നിപ്പോൾ എങ്ങോട്ടാണ് ആക്കണ്ടേ? കെമ്പോളയിലോട്ടോ? ഓക്കെ 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 ഓക്കെ. എയർപോർട്ടിലോട്ടല്ലേ? ആക്കാം. എടാ എണ്ണ കുറവാകും തോന്നുന്നു. ഉള്ളത് നീ അടിക്കുക കേട്ടോ, അതിൻ്റെ കയ്യിലുള്ളത്. ഓക്കെ പൊട്ടം വിശ്വസിച്ചു. 500 രൂപയ്ക്കെങ്കിൽ 500 രൂപയ്ക്ക് ഉള്ളതാവട്ടെ. 1350 രൂപ. അടി അവനല്ലേ കൊടുക്കുന്ന അടി. ഇപ്പം അങ്ങോട്ട് അടിച്ചതേ ഉള്ളൂ. ശരിയൊന്നും കയറി. എടാ പൈസ അങ്ങ് കൊടുത്തേക്കണടാ. അപ്പോൾ ഓക്കെ. എന്തോ ഒരു സൗണ്ട് കേട്ടത്. ഒരു സെക്കൻഡ്. എന്തോ സൗണ്ട് കേട്ടു. വണ്ടി എവിടെയും തട്ടി. പോസ്റ്റല്ലല്ലോ ഈ സാധനം ഒരു വന്നോ അണ്ണ ഇത് വന്ന് അണ്ണ ഇത് ഊരി വന്ന കുഴപ്പമുണ്ടോ? ദാട്ട് കിടക്കട്ടെ അണ്ണ. ഇല്ല സേഫ്. അപ്പം എല്ലാം പറഞ്ഞതല്ല മുണ്ടേ മാട് വെക്കൂ. അപ്പം ഞാനങ്ങോട്ട് എന്നീ ഇപ്പം വിച്ചേന എനിക്ക് വയ്യ. രാവിലെ തന്നെ ഓരോ വള്ളിയാണല്ലോ, എന്താ ചെയ്യുക. പിന്നെ നീ നാട്ടിലെ വിശേഷമൊക്കെ പറ. അല്ലെങ്കിൽ ഇപ്പം വിച്ചേന നീ ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത്? വണ്ടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് വണ്ടി പണിയാൻ വേറെ പൈസ ഇല്ല. നമുക്ക് ആദ്യമേ ഇവനെ എയർപോർട്ടിനടുത്തോട്ടാക്കിയിട്ട് സംസാരിക്കാം. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഞാനൊന്നും കഴിച്ചില്ല. നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഓരോ ചായയും മുട്ട പപ്സ് മേടിച്ചാലോ? ഓക്കെ ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം. അതെന്തോ ചായ കോഫിയാണ്? എന്നാൽ കോഫി മുട്ട പപ്സ്. ഓക്കെ ഇതാ വരുന്നേ. എന്നാ 2 കോഫി 2 മുട്ട പപ്സ് കൊടു.
ಎಷ್ಟಣ್ಣ? 55. ಓಕೆ ಅಣ್ಣ, ಸೆಂಡ್ ಮಾಡಿದೆ. ഓക്കെ, എന്നാ നീ ചായ കുടി, അല്ല കോഫി കുടി. പിന്നെ പറ, എന്തൊക്കെയുണ്ട്? അവിടെ എങ്ങോട്ടാണ് നീ പോകുന്നത്? ദുബായിലാ? അവിടെ ചേച്ചി എടുത്തോട്ടാ? ആഹാ, എന്ത് പറ്റി? ചേച്ചി ഫണ്ട് അറേഞ്ച് ചെയ്ത് തരാം. ഓക്കെ ഓക്കെ, ശരി. മോളെ തിരക്കിന്ന് പറഞ്ഞു കേട്ടാ, ചേച്ചിയുടെ കുഞ്ഞിനെയൊക്കെ. ശരി ശരി, ഞാൻ എന്തായാലും നിനക്ക് ഫ്ലൈറ്റിന് സമയമാകുന്നില്ല, എന്നെ വീട്ടിലോട്ടാക്കാം. അങ്ങോട്ടാക്കാം. ഓക്കെ, എന്നിട്ട് വിളിക്കുക കേട്ടോ. ഓക്കേടാ. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് പോയി നോക്കാം. കയറ്റി വിടുമെന്ന് അറിയത്തില്ല, കയറി ആ കിടക്കുന്ന അവൻ്റെ ഫ്ലൈറ്റാണെന്ന് തോന്നുന്നു, അതിന് പോകാനുള്ള. നമുക്ക് അപ്പോൾ ഇവിടെ വരും. അളിയോ 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 തമ്പിളിയോ, എടാ വിഷ്ണു അളിയോ, കണ്ടോ? എന്ത് ചെയ്യും? കണ്ട് എയർ ഹോസ്റ്റലിൽ അടുത്തല്ലേ? കണ്ട്. പിന്നെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വിളിക്കുക കേട്ടാ, എല്ലാവരും തിരക്കിന്ന് പറഞ്ഞല്ല. ചെന്നിട്ട് വിളിക്കണേ. ഓക്കെടാ, ശരി, കാണാം. അപ്പോൾ നമുക്കെന്തായാലും പോവാം. രാവിലെ നമുക്ക് ഒരുപാട് പണിയുണ്ട്. ഇവനെ കൊണ്ട് വിടാനായിട്ട് തന്നെ, പക്ഷേ രാവിലെ ലവന്മാരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നത് കാരണം ഓക്കെ. അപ്പോൾ രാവിലെ അവന്മാരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നത് കാരണം, ഗുണ്ടകളൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്ന കാരണം എന്താ പറയുക, നമ്മൾ ലേറ്റായി. സോ ഇനി ഒട്ടും സമയം കളയാനില്ല. നമുക്കെന്തായാലും വർക്കിന് പോകണം. ഓക്കെ, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഈ വിഷ്ണു, ഇവനെ കുഞ്ഞിലെ തൊട്ടേ പരിചയമുള്ള കേട്ടോ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഒരുമിച്ച് കൂട്ടുകാരന്മാരാണ്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പൈസ മേടിച്ചതായിരിക്കാം, കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല. സാരെല്ലാം കൊടുക്കും, എനിക്ക് ഉറപ്പാണ്. പിന്നെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഇവനും എന്താ പറയുക, റിയാസ്, ഷാനോണ്, ബിനീഷ്, ജോയൽ, ജാഫർ, കുറേ കൂട്ടുകാരന്മാർ സെറ്റുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ പേഴ്സ് എടുത്തിട്ടില്ലല്ലോ. മറ്റേ എൻ്റെ ലൈസൻസൊക്കെ അതിനകത്തിരിക്കുക. നമുക്കെന്തായാലും റൂമിൽ കയറി പേഴ്സ് എടുത്തിട്ട് പോവാം. ഓക്കെ, ഇന്നലെ ഞാൻ ഗസ്റ്റ് ഹൗസിലാണ് കിടന്നത്, നമ്മൾ രാവിലെ കണ്ടതല്ലേ. അപ്പോൾ ഇതെൻ്റെ വേറൊരു വീടാണ് കേട്ടോ, പ്രോപ്പർട്ടി. നമുക്ക് ഇതേപോലെ ഒരുപാട് പ്രോപ്പർട്ടീസ് വേറെയുണ്ട്. നമുക്ക് ഏതാണ്ട് 20-30+ കാറുകൾ കിടപ്പുണ്ട്, മറയില വണ്ടി എല്ലാം ഒരു ക്രേസ് കാരണം മേടിച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, കിടക്കുന്നില്ലേ എൻ്റെ GTR 34, പോർഷ എല്ലാം ഉണ്ട്, ഫെരാരി. അപ്പോൾ നമുക്കറിയാം, നമ്മളെയൊക്കെ എന്താ പറയുക, ഓരോ വണ്ടിപ്രാന്തന്മാരുടെയും അല്ലെങ്കിൽ വണ്ടിപ്രാന്തന്മാരാക്കാനായിട്ട് നമ്മൾ കുഞ്ഞിലേക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത പടങ്ങളിലൊന്നാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലുള്ള പടങ്ങൾ. അതിനകത്തെ ക്യാരക്ടർ ബ്രയൻ, അതായത് നമ്മുടെ പോൾ വാക്കർ, അദ്ദേഹം ഇന്നില്ല നമ്മുടെ കൂടെ. പക്ഷേ എന്താ പറയുക, അദ്ദേഹത്തിനോടുള്ള സ്നേഹവും പുള്ളിയുടെ അതിനകത്തുള്ള വണ്ടി, ആ ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ ഞാൻ മോഡിഫൈ ചെയ്ത് വെച്ചേക്കുന്ന എൻ്റെ വണ്ടി, എൻ്റെ R34. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല 20-30ഓളം കാറുകൾ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക,
അതിൻ്റെ എല്ലാം നമുക്ക് ഹോം ടൂറൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹോം ടൂർ ചെയ്യണം ഇതിൻ്റെയും മറ്റേ പ്രോപ്പർട്ടിയുടെ അതുപോലെ വേറെ ഗ്യാരേജസ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാത്തിനും ചെയ്യണം. പേഴ്സ് എടുത്ത് നമുക്ക് പോയാലോ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടിരിക്കുക, ഓരോ വീഡിയോസായിട്ട്. മാത്രമല്ല ഈ കാറിൻ്റെയൊക്കെ ഓരോ വണ്ടിയുടെ വീഡിയോസ്, എന്താ പറയുക, പവർ, അതിൻ്റെ ടോപ്പ് സ്പീഡ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഓരോ വണ്ടിയുടെയും ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിടാം എന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇഷ്ടം പോലെ വീഡിയോസിന് വരുന്നതായിരിക്കും. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടയക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടുന്ന വീഡിയോസും കാര്യങ്ങളും കാണാൻ പറ്റും. ഓക്കെ, നമുക്കപ്പോൾ അത്യാവശ്യമായിട്ട് വേറൊരു ജോലിയുണ്ട്. അതായത് നമുക്കിവിടെ ഒരു ജ്വല്ലറി ഉണ്ട്. എൻ്റെ സ്വന്തം ജ്വല്ലറിയാണ്. പക്ഷേ എനിക്ക് എല്ലാം കൂടെ നടത്താൻ ഉള്ള ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് കാരണം വേറൊന്നുമല്ല, ഇഷ്ടംപോലെ നമുക്ക് ബിസിനസ്സുകളുണ്ട്. സോ എന്താ പറയുക, കോടീശ്വരനാണ്, ഒരു വേദനിക്കുന്ന കോടീശ്വരൻ അതൊക്കെ പറയത്തില്ലേ. അപ്പോൾ എല്ലാം കൂടെ നടത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചത് നടത്താനായിട്ട്. അവൻ ആദ്യം വിശ്വസ്തനായിട്ടാണ് നിന്നത്. അവന് പ്രോഫിറ്റിൻ്റെ ഒരു എന്താ പറയുക ഷെയർ അവന് കൊടുക്കാമെന്നും പറഞ്ഞതാണ്. പക്ഷേ അവൻ നമുക്ക് പണി തന്നു. അവൻ എന്താ പറയുക രാത്രിയായി. അപ്പോൾ അവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവനെ നടത്താൻ കൊടുത്തിരുന്ന നമ്മുടെ ജ്വല്ലറി ഇല്ലേ, അതിനകത്തുണ്ടായിരുന്ന പൈസയും കാര്യങ്ങളും എല്ലാം അടിച്ചുകൊണ്ട് പോയി. ഞാൻ കാണിച്ച മണ്ടത്തരമാണെന്നറിയാം, പക്ഷേ പറഞ്ഞത് കാര്യമില്ല. അപ്പോൾ അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ബാക്കിയുണ്ട്. അതായത് ജ്വല്ലറീസ് ഒന്നും എടുത്തിട്ടില്ല, പൈസയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. കുറേ പൈസ ഉണ്ടായിരുന്നു, ലക്ഷക്കണക്കിനാവും മുക്കി. അപ്പോൾ ഇനി ആകെയുള്ളത് ആ ജ്വല്ലറീസിൽ കുറച്ച് എന്താ പറയുക സ്വർണ്ണമാണ്, അതിൻ്റെ ജ്വല്ലറീസാണ്, ജ്വൽസ്. സോ നമുക്കത് എടുത്ത് മാറ്റണം. ഇനി അവിടെ ഇരിക്കുന്നത് സേഫ് അല്ല. പോരാത്തതിന് അവൻ പോയപ്പോൾ താക്കോലും കൊണ്ടാണ് പോയത് തെണ്ടി. അത് കാരണം നമുക്ക് സാധനങ്ങളെടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നീ അടിച്ചു പൊളിക്കേണ്ടി വരും കട. പക്ഷേ വേറെ വഴിയില്ല നമ്മുടെ മുമ്പിൽ. കാരണം എന്താ പറയുക, അതിനകത്തിരിക്കുന്ന ഗ്ലാസ് വേണമെങ്കിൽ നമുക്ക് വേറെ മാറ്റാൻ പറ്റും. പക്ഷേ അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ അതിൽ വിലപ്പെട്ടതാണ്. അപ്പോൾ അടിച്ചങ്ങ് പൊട്ടിക്കുക. നമുക്ക് കളിച്ചുകൊണ്ടിരിക്കുക സമയമില്ല. ഗണ്ണവിടെ അമ്പാനെ അടിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ സാധനങ്ങൾ എടുത്ത് വണ്ടിയിൽ കയറ്റണം എത്രയും പെട്ടെന്ന്. അവനൊക്കെ ജ്വല്ലറി പറക്ക വണ്ടിയിൽ കയറ്റ പെട്ടെന്നാവട്ടമ്പാണ്. ഓക്കെ, കാരണം വേണ്ട, ബാഗിൽ സാധനം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചിട്ട് നമുക്കിവിടുന്ന് ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. കാരണം രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ജ്വല്ലറി നമ്മുടെ ആണെങ്കിലും അലാം കേട്ടില്ലേ, നമുക്ക് താക്കോലില്ലാത്തതുകൊണ്ട് അടിച്ച് പൊളിക്കേണ്ടി വന്നു. സോ പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരും, എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ഇവർ ചിലപ്പോൾ ആ സാധനം എടുത്തുകൊണ്ട് പോകും. സോ അതൊക്കെ ഒരു തലവേദന കേസാണ്. നമുക്കപ്പോൾ അതിന് വേണ്ടി നിൽക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് സേഫായിട്ടുള്ള സ്ഥലത്തൊരു സാധനം മാറ്റാം. നേരെ പോകുക. നമുക്ക് എന്തായാലും ഇവിടെ വയ്ക്കാം. ഓക്കെ, നമുക്ക് സാധനം ഇങ്ങോട്ട് മാറ്റാം. ഓക്കെ, സോ രാത്രിയായി, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്താ പറയുക, രാത്രിയായി. പോസ്റ്റ് ചെയ്യാനും കണ്ടില്ല. രണ്ടാമത്തെ അത് വേണ്ട. പിന്നെ വേറെ കാര്യം, ജാഫർ വിളിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാരനെ. അവൻ്റെ കല്യാണമായെന്ന് പറഞ്ഞ് നാളെ കല്യാണം. സോ നമുക്ക് അതിന് മുമ്പായിട്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം. ഓക്കെ, പോകുന്ന വഴിക്ക് വാട്ടർ സർവീസ് ചെയ്തിട്ട് വണ്ടി കൊണ്ടുവിടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ രാവിലെ ചിലപ്പോൾ സമയം കാണത്തില്ല. ഓക്കെ, ഷോറൂം ഉണ്ടായിരുന്നു കാറിൻ്റെ സൈഡിലായിട്ട്, ആ റെഡ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെയും ഉണ്ട് ഷോറൂം, വണ്ടിയിൽ കിടക്കുന്നുണ്ടോ. അപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്.
സാജിദ്, അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ സ്വന്തമായിട്ട് ഇവിടെ ഒരു ഷോറൂം നടത്തുന്നുണ്ട് കാറിൻ്റെ. സോ സെയിൽസാണ്. പുതിയ വണ്ടികൾ വന്നിട്ടുണ്ടെന്നവൻ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് പോയി നോക്കണം നാളെ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി വാഷ് ചെയ്യാൻ കയറ്റാം. ഓക്കെ. അയ്യോ, 500 രൂപയോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 250 രൂപ ഉള്ളായിരുന്നു. കഴിവ് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് 250 കാരണം 2 അണ്ണന്മാർ ഇവിടെ നിന്ന് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴിയുമായിരുന്നു. ഇപ്പം മിഷനൊക്കെ ആയി പോയി, കുമ്പളയൊക്കെ അകത്തൂടെ പോകുന്നു. എൻ്റെ വണ്ടി കാര്യമൊക്കെ ശരി തന്നെ. വണ്ടി ക്ലീൻ ആയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറാൻ തോന്നും. ഇല്ല, അപ്പോൾ വണ്ടി കഴുകി. ഓക്കെ, വണ്ടി കഴുകി നമ്മൾ വെളിയിറക്കിയിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ അറിയാം അഴുക്കെല്ലാം പോയോ ഇല്ല എന്നുള്ള കാര്യം. കൊണ്ടിട്ട് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും വണ്ടി കൊണ്ടിടാം. പോരാത്തതിന് എനിക്ക് നല്ല ക്ഷീണമുണ്ട് രാത്രിയായല്ലേ. അപ്പോൾ നമുക്ക് പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം. ഓക്കെ, സോ നമുക്ക് വണ്ടി എഞ്ചിൻ ഓഫ് ചെയ്ത് സൈഡൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് വെളിയിറങ്ങാം. വണ്ടി ഇവിടെ കിടന്നോളും, പ്രശ്നമില്ല. നമ്മുടെ വീഡിയോ നല്ല സീനില്ല. ഓക്കെ, ഇതൊന്നും അവർ വരുത്തില്ല. മാത്രമല്ല സെക്യൂരിറ്റി ഉണ്ട്, കസേരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ഷീണം. എനിക്ക് നമ്മൾ രാവിലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് തുടങ്ങിയതല്ലേ. സോ നമ്മുടെ വീട്ടിൽ വന്നേക്കാണ്. നമ്മൾ ഹോം ടൂറെല്ലാം എന്തായാലും ചെയ്യുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. രാത്രിയായി, നല്ല ക്ഷീണമുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിന് മുമ്പായിട്ട് പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരുപാട് വീടുകളുണ്ട്, വസ്തുക്കളുണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്, ഗ്യാരേജസ് ഉണ്ട്, എന്താ പറയുക, വണ്ടികളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വണ്ടിയുടെയും എന്താ പറയുക ഒരു കാർ ഷോ പോലെ നടത്താനും, അതേപോലെ തന്നെ നമുക്ക് മറ്റ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് റേസും കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിയ സ്റ്റേഡിയം നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കറങ്ങി നടന്ന് എന്താ പറയുക ടോപ്പ് സ്പീഡ് നോക്കാനും അതുപോലെ തന്നെ റേസ് എല്ലാം നമുക്ക് പറ്റും. അതിനൊക്കെ ഉള്ള വീഡിയോ കാര്യങ്ങളെല്ലാം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്കത് വേറൊരു വ്ളോഗായിട്ട് നമുക്കത് ചെയ്യാം. സോ എന്താ പറയുക, മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ മോട്ടോ വീഡിയോസ്, അതായത് നമ്മുടെ കാറിൻ്റെയൊക്കെ വീഡിയോസ്, ഓരോ വണ്ടിയുടെയും ടോപ്പ് സ്പീഡ്, പവർ, ഫുൾ ഡീറ്റെയിൽസ്, പ്രൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഷോറൂമിൽ പോവാം, വണ്ടികൾ കാണാം, അങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോസ് വരുന്നതായിരിക്കും. വണ്ടികളുടെ ആയാലും ഹോം ടൂർ ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ. വീടിൻ്റെ ഫ്രണ്ടിൽ ഇട്ടുകൊണ്ടില്ലേ സ്വിമ്മിംഗ് പൂള്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്, പ്ലീസ് ടു സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. എല്ലാ പുതിയ വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.